ദിവസങ്ങളായി ആഹാരം കിട്ടാതെ വലഞ്ഞു നടക്കുകയായിരുന്നു കുറുക്കൻ. ദേഹമാകെ ചടഞ്ഞു പകുതിയായി. ക്ഷീണം മൂലം നടക്കാൻ കൂടി കഴിയുന്നില്ല. ഒരു മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് പാകം ചെയ്ത ഇറച്ചിയുടെ ഗന്ധം അവന് അനുഭവപ്പെട്ടു. മരപ്പൊത്തിൽ നിന്നായിരുന്നു ഈ ഗന്ധം. ഞൊടിയിടയ്ക്കുള്ളിൽ ഞെങ്ങിയും ഞെരിങ്ങിയും കുറുക്കൻ മരപ്പൊത്തിനകത്ത് കടന്നു. ബുദ്ധിമുട്ടിന് തക്ക പ്രതിഫലം തന്നെയാണ് അവന് കിട്ടിയത്. പാകം ചെയ്ത മ്ലാവിറച്ചിയും അപ്പവുമൊക്കെ മരപ്പൊത്തിനകത്തുണ്ടായിരുന്നു. ഏതോ വേട്ടക്കാർ മറന്നതോ ഉപേക്ഷിച്ചതോ ആയിരുന്നു ആ ഭക്ഷണം. ആഹാരം കണ്ടതും കുറുക്കൻ വാരി വലിച്ചു വിഴുങ്ങാൻ തുടങ്ങി. എത്ര ദിവസമായി പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. നല്ല സ്വാദുള്ള ഇറച്ചിയും ഒട്ടും മിച്ചം വയ്ക്കാതെ മുഴുവനും കുറുക്കനകത്താക്കി. വയറ് നിറഞ്ഞു പൊട്ടുന്നത് പോലെ തോന്നി. ഏമ്പൊക്കം വിടാനും ബുദ്ധിമുട്ട്. ഇനി മാളത്തിലേക്ക് പോയി സുഖമായി ഒന്ന് ഉറങ്ങണം. അത്ര തന്നെ. കുറുക്കൻ ശരീരം തിരിച്ചു തല മരപ്പൊത്തിനെ വെളിയിലാക്കി. എന്നിട്ട് പുറത്ത് കിടക്കാൻ ശ്രമിച്ചു. പക്ഷേ നെഞ്ചുവരെ മാത്രമേ പുറത്തേക്ക് കടത്താൻ പറ്റുന്നുള്ളൂ. വയർ വല്ലാതെ വീർത്തിരിക്കുകയാണ്. കുറുക്കൻ ആകെ പരിഭ്രാന്തിയായി. പഠിച്ച പണി 18 നോക്കി. രക്ഷയില്ല. അവൻ ദയനീയമായി ഓരിയിട്ടു. അത് കേട്ടൊരു വൃദ്ധൻ കുറുക്കൻ ഓടിയെത്തി. അമ്മാവാ, എന്നെ രക്ഷിക്കണം. കുറുക്കൻ വൃദ്ധൻ കുറുക്കനോട് കഥ മുഴുവൻ പറഞ്ഞു. അപ്പോൾ വൃദ്ധൻ കുറുക്കൻ പറഞ്ഞു, മോനെ, ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഒരേ ഒരു വഴിയേയുള്ളൂ. 2 ദിവസം ക്ഷമയോടെ പട്ടിണി കിടക്കുക. അപ്പോൾ ശരീരം പഴയതുപോലെ ക്ഷീണിക്കും. നിനക്ക് പുറത്ത് കടക്കാനും പറ്റും. മരപ്പൊത്തിലെ കുറുക്കൻ നിസ്സഹായനായി നോക്കി നിന്നു.